മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ CPIM പുറത്താക്കിയ വി കുഞ്ഞികൃഷ്ണൻ പയ്യന്നൂരിൽ മത്സരിക്കും. കണ്ണൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് പ്രഖ്യാപനം. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നും പാർട്ടിയിൽ ഉന്നയിച്ച വിഷയത്തിൽ പോരാട്ടം തുടരാൻ മത്സരിക്കേണ്ടത് അനിവാര്യതയെന്നും കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ പയ്യന്നൂർ അസംബ്ലി മണ്ഡലത്തിൽ സ്വതന്ത്രനായി ഞാൻ മത്സരിക്കണം എന്നതാണ്. ഞാൻ പയ്യന്നൂരിലെ സംഘടനാ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടങ്ങിവെച്ച പോരാട്ടം, ആ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ മത്സരിക്കേണ്ടത് അനിവാര്യമാണ് എന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നത്. പി കുഞ്ഞികൃഷ്ണനെ പിന്തുണയ്ക്കാൻ UDF-ൽ ചർച്ച സജീവമാണ്. സംസ്ഥാന നേതൃത്വം ഉൾപ്പെടെ പിന്തുണ നൽകുന്നതിൽ അനുകൂല നിലപാടിൽ എന്നാണ് സൂചന. അതേസമയം CPIM-നെ നന്നാക്കാൻ ഇറങ്ങിത്തിരിച്ചവർക്ക് വോട്ടില്ലെന്നാണ് KSU ജില്ലാ വൈസ് പ്രസിഡന്റ് അർജുൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നു. വിശദാംശങ്ങളുമായി നിഖിലാണ് ചേരുന്നത്. നിഖിലെ, അപ്പോഴും കോൺഗ്രസിനോടുള്ള ആഭിമുഖ്യമൊന്നുമല്ല, അത് അവിടെ TI മധുസൂദനൻ സ്ഥാനാർത്ഥിയാകുന്ന സാഹചര്യത്തിലാണ് താൻ മത്സരിക്കുന്നത് എന്ന് പറയുന്നു. അപ്പോഴും UDF പിന്തുണയ്ക്കുമെന്ന് തന്നെയാണ് തൻ്റെ പ്രതീക്ഷ എന്നും പറയുന്നുണ്ട്. ഇതൊക്കെ പറയുന്നത് വി കുഞ്ഞികൃഷ്ണൻ തന്നെയാണ്. ശ്യാമിലെ, തീർച്ചയായും അത് തന്നെയാണ്. ഈ വിവാദങ്ങൾ തുടങ്ങിയ കാലത്ത് അദ്ദേഹത്തോട് നമ്മൾ ചോദിച്ചതാണ്, തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ, പ്രത്യേകിച്ചും നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് ഇങ്ങനെയൊരു ആരോപണം ഉന്നയിച്ചതും പയ്യന്നൂരിലെ MLA ആയ TI മധുസൂദനെതിരെ ഇങ്ങനൊരു ആരോപണം ഉന്നയിച്ച് വരുന്ന സാഹചര്യത്തിൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ തിരഞ്ഞെടുപ്പൊന്നും എൻ്റെ ലക്ഷ്യമല്ല, CPIM-നകത്തെ ഈ അഴിമതി പുറത്ത് കൊണ്ടുവരിക, TI മധുസൂദനെ സംരക്ഷിക്കുന്ന CPIM നേതൃത്വത്തിൻ്റെ നിലപാട് തിരുത്തിക്കുക തുടങ്ങിയതാണ് തൻ്റെ ലക്ഷ്യം, അതിനപ്പുറത്തേക്ക് ഒരു ലക്ഷ്യവുമില്ല എന്ന് പറഞ്ഞ ആളാണ് വി കുഞ്ഞികൃഷ്ണൻ. പിന്നീട് പക്ഷേ അദ്ദേഹത്തിൻ്റെ നീക്കങ്ങളിൽ നിന്ന് നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ് അദ്ദേഹം പയ്യന്നൂരിൽ മത്സരിക്കുമെന്ന കാര്യം. ഇപ്പോഴേതായാലും ഇന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് വി കുഞ്ഞികൃഷ്ണൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ ആ പ്രഖ്യാപിക്കുന്നതിനായി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറയുന്നത് താൻ ഒരു മുന്നണിയുടെയും സ്ഥാനാർത്ഥിയായി മത്സരിക്കില്ല, സ്വതന്ത്രനായി മത്സരിക്കുമെന്നാണ്. അപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ കോൺഗ്രസിൻ്റെ പിന്തുണ തനിക്കുണ്ടാകും എന്നുള്ളതാണ്. ആ പ്രതീക്ഷ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. വി കുഞ്ഞികൃഷ്ണൻ്റെ ആ പ്രതീക്ഷയ്ക്ക് അടിസ്ഥാനമുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പയ്യന്നൂരിൽ ഒരു ശക്തനായ സ്ഥാനാർത്ഥിയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ UDF-ൽ കോൺഗ്രസ് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഈ വി കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്നത് UDF-നെ സംബന്ധിച്ചിടത്തോളം വീണ് കിട്ടിയ ഒരു അവസരം എന്ന രീതിയിൽ കാണുന്നുണ്ട്. അദ്ദേഹത്തെ UDF പിന്തുണക്കുന്ന സ്വതന്ത്രൻ എന്ന രീതിയിൽ മത്സരിപ്പിക്കാനുള്ള നീക്കങ്ങൾ വളരെ സജീവമായി നടക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന് സംസ്ഥാന നേതൃത്വത്തിലെ തന്നെ മുതിർന്ന നേതാക്കളുടെ അടക്കം പിന്തുണയുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ നീക്കം ഒരു വശത്ത് നടക്കുമ്പോഴാണ് KSU-വും യൂത്ത് കോൺഗ്രസും വി കുഞ്ഞികൃഷ്ണനെ പിന്തുണയ്ക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അതിനെ ശക്തമായി എതിർക്കുമെന്ന നിലപാട് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, പയ്യന്നൂരിൽ ചേർന്ന യൂത്ത് കോൺഗ്രസിൻ്റെ നിയോജക മണ്ഡലം കൺവെൻഷനിൽ വി കുഞ്ഞികൃഷ്ണനെ പിന്തുണയ്ക്കാനുള്ള തീരുമാനത്തെ ശക്തമായി എതിർക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് വ്യക്തമാക്കിയതാണ്. ഇന്നിപ്പോൾ ഈ പിന്തുണ പ്രതീക്ഷിക്കുന്നു എന്നൊക്കെ വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞുകൊണ്ട് വാർത്താ സമ്മേളനം നടത്തിയതിന് തൊട്ട് പിന്നാലെ പയ്യന്നൂരിൽ നിന്നുള്ള KSU നേതാവ്, KSU-വിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് അർജുൻ കോറം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. CPIM-നെ നന്നാക്കാൻ നടക്കുന്ന ആളുകൾക്ക് വോട്ട് ചെയ്യാൻ എന്തായാലും തങ്ങളില്ല, അവിടെ UDF-ൻ്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റാണ് വന്നിരിക്കുന്നത്. ഏതായാലും കോൺഗ്രസ് നേതൃത്വം വി കുഞ്ഞികൃഷ്ണനെ പിന്തുണച്ച് അവിടെ വിജയിക്കാനുള്ള ഒരു ശ്രമമൊക്കെ നടത്തുന്ന സമയത്ത് തന്നെയാണ് യൂത്ത് കോൺഗ്രസും KSU-വും ഒക്കെ അതിനെതിരെയും വരുന്നത്. വി കുഞ്ഞികൃഷ്ണനാണെങ്കിൽ കോൺഗ്രസിൻ്റെ പിന്തുണ പ്രതീക്ഷിച്ച് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും പയ്യന്നൂരിൽ വലിയ വിജയപ്രതീക്ഷയിൽ TI മധുസൂദൻ ഒരു വശത്ത് പ്രചാരണത്തിൽ ശക്തമായി മുന്നോട്ട് പോകുന്നു. ഇന്നിപ്പോൾ പ്രചാരണം ഇന്ന് രാവിലെയാണ് കാര്യക്ഷമമായ രീതിയിൽ ആരംഭിച്ചത്. പക്ഷേ അപ്പോൾ തന്നെ TI മധുസൂദൻ വലിയ ആവേശത്തിലേക്ക് പോകുന്നു. അതേ സമയത്താണ് വി കുഞ്ഞികൃഷ്ണൻ പ്രതീക്ഷകളുമായി കാത്തിരിക്കുന്നത്. അസംതൃപ്തരെയൊക്കെ CPIM വിട്ടവരെയൊക്കെ പാളയത്തിൽ എത്തിച്ച് അവരെയൊക്കെ പിന്തുണയ്ക്കണോ എന്ന കാര്യത്തിലൊക്കെ നിലവിലൊരു തീരുമാനത്തിലേക്ക് UDF-ൻ്റെ നേതൃത്വം, കോൺഗ്രസിൻ്റെ നേതൃത്വമൊക്കെ എത്തുന്നേ ഉള്ളൂ. അത് അങ്ങ് G സുധാകരൻ മുതൽ അതിനുശേഷം നാട്ടികയിൽ CC മുകുന്ദൻ, ഇവിടെ ഒരു വി കുഞ്ഞികൃഷ്ണൻ, ഇവരെയൊക്കെ അതത് മണ്ഡലങ്ങളിൽ പിന്തുണയ്ക്കണോ എന്ന കാര്യത്തിലൊക്കെയുള്ള ഒരു നിർണായക തീരുമാനം ഉടൻ വരുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്.